Hallelujah. Hallelujah. Sam King Flame വിശ്വാസത്തിന്റെ വലിയ അപ്പോസ്തലനാണ്. Pastor Sam King Flame is a great apostle of faith. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് സ്നേഹബന്ധത്തിലായിരിക്കാൻ കർത്താവ് ഇടയാക്കി. ദൈവത്തിന്റെ സാക്ഷ്യം നമ്മുടെ തല അടിച്ചു പോകുന്ന സാക്ഷ്യമാണ്. For the past 10 years, pastor has been connected to prophet, and his witness is beyond our imagination. എനിക്ക് തോന്നുന്നു ഞാൻ ഈ കർത്താവിന്റെ അടുത്ത് വന്നിട്ട് 2000 ഡിസംബർ 21 വന്നത്. 24 വർഷമാകാൻ പോകുന്ന ഈ ഡിസംബർ ആകുമ്പോൾ ഇതിനിടയിൽ ഞാൻ കേട്ട ഏറ്റവും വലിയ സാക്ഷ്യമാണ് നിങ്ങളുടെ. I came to the faith in December in 2000s. This is the greatest testimony of faith I heard in my life. ഇന്ന് രാവിലെ അദ്ദേഹം ഇന്നിവിടെ സാമ്പത്തികത്തെ കുറിച്ച് പറയുമെന്നും അതിനകത്ത് 11 ബില്യൺ ഡോളറിന്റെ ഒരു ചെക്ക് എടുത്ത് വിശ്വാസത്തിൽ ഒപ്പിടിപ്പിച്ചിട്ടുണ്ട്. എന്നെ വിശ്വാസം ചിരിച്ചു. ഞാൻ പണ്ട് ഒരു 4-5 കേസ് ഞാനും ചിരിച്ചതാണ്. പക്ഷേ ഇതെല്ലാം റിയൽ ആക്കി എന്നെ മുന്നിൽ കാണിച്ചു തന്നു. വേറെ This man of God took a check and wrote $11 billion and made Pastor Tijo and Rajesh Pastor sign it. For the enthusiasm of the people here. വിശ്വാസം ഗർഭം ധരിക്കണമെന്ന് കർത്താവ് പറയുമ്പോൾ, and the Lord says you have to impregnate in faith. കേൾക്കുന്നവരെല്ലാവർക്കും ആമേനും അന്നേരം ആരാധനയൊക്കെയാണ് വന്നത്. കർത്താവിന്റെ ദാസൻ അതിനകത്ത് ചെയ്ത വിശ്വാസം, അദ്ദേഹം വൈറ്റത്ത് ഒരു വീടിന്റെ പടം വരച്ചു. This man of God, how he exhibited impregnate that faith, he drew up the picture of the house in his stomach. ഞങ്ങളുടെ കീബോർഡ് വായിക്കുന്ന ഒരു ജിതിനുണ്ട്, തമാശ ഉള്ള ആളാണ്. പറഞ്ഞു ഈ വയറിന്റെ സൈഡിൽ വരച്ചപ്പോൾ ഇച്ചിരി സ്ഥലം അധികം വന്നത് അവിടെ ഒരു BMW വരച്ചു. The brother who plays keyboard, he said because there was space still left in his stomach, so he drew a picture of a BMW car. വീടില്ല, വലിയ ഇവിടെ ചിലർക്കറിയാം, ഞാൻ ഷെയർ ചെയ്തതാണ്. സാഹചര്യം വളരെ സീറോയിലാണ് അദ്ദേഹത്തിന്റെ സാഹചര്യം. ഇവിടെ എത്താൻ ഒരു വഴിയില്ല. ഇദ്ദേഹം വൈറ്റത്ത് ഇത് വരച്ച് ഗർഭം ധരിക്കുക എന്ന ആശയത്തിലാണ് ഇത് വരച്ചത്. എനിക്കൊന്ന് 2021 വരെ ഒരു സൈക്കിൾ പോലും ഇല്ല. ഒരു ഓലമേഞ്ഞ വീട്ടിൽ സാരി കൊണ്ട് ബൗണ്ടറി വെച്ച് ഈ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്തതാണ്. എന്നെ ഈ എയർപോർട്ടിൽ നിന്ന് ഇപ്പോ 2 ദിവസം മുമ്പ് എയർപോർട്ടിൽ നിന്ന് BMW-ലാണ് ഇവിടെ കൊണ്ടുപോയത്. അടുത്തത് ഇവിടെ വന്നിട്ട് എനിക്ക് 8 മാസം 6 മാസം ഇന്ന് 5 ഏക്കർ ലാൻഡും ഒരു വലിയ വീടും ദൈവം കയ്യിലോട്ട്. ഭൗതിക നന്മ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത് ദൈവം നേരിട്ട് വരാതെ ഇത് നടക്കില്ല. ഞങ്ങളുടെ ജിതിൻ ഈ സാക്ഷി ഞാൻ അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു 2 നില വരയ്ക്കാനുള്ള വയറുണ്ട്, പക്ഷെ ഉള്ള ഫുഡ് കഴിച്ച് കൊളസ്ട്രോളും കൂട്ടി നടക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തികളെ ദൈവം ഈ സഭയുടെ ഗുണം എനിക്ക് മനസ്സിലായത്, സഭ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ബുദ്ധി എല്ലാം ഹോളിന് വെളി വെച്ചിട്ട് അകത്ത് കയറുക. One thing about the church, we put all of our knowledge and wisdom outside and come inside. സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്റെ ബുദ്ധിക്കൊക്കാത്ത വൻ കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല, ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. He says, the psalmist says, there are things that is beyond my imagination. I do not want to comprehend it. ബുദ്ധിക്കൊക്കാത്ത വൻ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. I don't interfere in anything that is beyond my imaginations. നമ്മുടെ കുഴപ്പം നമുക്ക് ഇതിനകത്ത് കയറുമ്പോൾ ഭയങ്കര ബുദ്ധിയും വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ബുദ്ധി ഇല്ലാതെ നാട്ടുകാർ മൊത്തം നമ്മളെ പറ്റിക്കുകയാണ്.
ഇവിടെ വരുമ്പോ കർത്താവിന്റെ കാര്യം കേൾക്കുമ്പോൾ നമ്മളങ്ങ് സകല ബുദ്ധിയും പ്രവർത്തിക്കുകയാണ്. The problem is you try to use knowledge, our knowledge when you enter here, but when you go outside, the people of the world cheat us. ഇവിടെ എത്ര വിശ്വാസം പറഞ്ഞാലും നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കും, വർക്ക് ചെയ്യും. കോളിന് വെളിയിൽ ഇറങ്ങിയിട്ട് അതിന് തക്ക ബുദ്ധിയില്ല, 6-നൊക്കെ 50 പ്രാവശ്യമൊക്കെ എഴുതിയിരിക്കും. No matter what we do, we come inside of the church, we try to use our knowledge, but when we step outside, we're not able to exercise our wisdom and knowledge. ഇതിനകത്ത് എനിക്ക് മനസ്സിലായി, എത്രയും മണ്ടനാകാമോ അത്രയും ദൈവത്താൽ ഉയർച്ച പ്രാപിക്കാം. I know one thing, how much ever you can become a fool, you will be raised up. Hallelujah. Hallelujah.